ഞാൻ അഖില മിസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്ന ടുവേർഡ്സ് എ 100-fold yield അല്ലെ, വിളയിക്കാം 100 വനി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്ന ആളുകളാണ്, പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെടികൾ വളർത്തുന്ന ആളുകളാണ് അല്ലെ. ഒരുപാടൊന്നും ഇല്ലെങ്കിലും 1-2 ചെടികളെങ്കിലും വളർത്താത്ത ആരും ഉണ്ടാവില്ലല്ലോ, ആരും ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ചെടികൾ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സിനെ വളർത്താൻ പറ്റുന്നത്? യെസ്, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ വിത്തുകളെ പറ്റിയാണ് അല്ലെ, സീഡ്സിനെ പറ്റിയാണ്. സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട്, അതായത് വിത്ത് മുളച്ചിട്ട് നമുക്ക് എന്ത് ഉണ്ടാവാറുണ്ട്, പുതിയ ചെടികൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പയറൊക്കെ മുളപ്പിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലെ, അതിന്റെ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. എന്നാൽ മിസ്സിന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ചിട്ട് മാത്രമാണോ നമുക്ക് കുഞ്ഞു തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ പുതിയ ചെടികൾ അല്ലെ, പുതിയ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ പറയൂ അല്ലെ, ബിഗ് നോ, ഒരിക്കലും അല്ല അല്ലെ, ഒരിക്കലും അല്ല. നമുക്ക് വിത്തല്ലാത്ത ഭാഗങ്ങളിൽ നിന്നും എന്തുണ്ടാക്കാൻ പറ്റും, പുതിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാൻ പറ്റാറുണ്ട് അല്ലെ. ഒരുപാട് പ്ലാന്റ്സ് ഒരിക്കലും എന്തല്ല, വിത്തിൽ നിന്നല്ലെങ്കിൽ നമ്മുടെ സീഡിൽ നിന്ന് മാത്രമല്ല ഉണ്ടാവുന്നത്. പ്ലാന്റിന്റെ അല്ലെങ്കിൽ ചെടിയുടെ പല പാർട്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ വിത്തല്ലാതെ മറ്റു ഭാഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് പറയാം? യെസ്, നമുക്ക് റൂട്ട് ഉണ്ട് അല്ലെ, റൂട്ട് അല്ലെങ്കിൽ നമുക്ക് വേരുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റെം അല്ലെങ്കിൽ തണ്ടുണ്ട്, നമുക്ക് ലീഫ് അല്ലെങ്കിൽ ഇലയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു പാർട്ടും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണത്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം അഥവാ ഭൂകാണ്ഡം ഉണ്ട്. എന്താണ് സംഭവം? യെസ്, ചില പ്ലാന്റ്സിന്റെ സ്റ്റെം അല്ലെ, അതിന്റെ തണ്ട്, അതിന്റെ കാണ്ഡം എന്ത് ചെയ്തിട്ടുണ്ടാവാം, മണ്ണിനടിയിലേക്ക് വളർന്നു കിടക്കുന്നുണ്ടാവാം അല്ലെ. അതായത് അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നറിയപ്പെടും, ഭൂകാണ്ഡം എന്നറിയപ്പെടും. ഇത്രയും പാർട്സിൽ നിന്നും നമുക്ക് ചിലപ്പോൾ എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും, പുതിയ തൈച്ചെടികൾ അല്ലെ, പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം എന്ന് വിളിക്കുന്നത്. അതായത് ഇത്രയേ നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ വേറെ വേറെ ചിന്തിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുക? യെസ്, ഒരു പ്ലാന്റ് അല്ലെ, ഒരു ചെടിയുടെ വിത്തിൽ നിന്നല്ലാതെ, സീഡിൽ നിന്നല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പുതിയ സസ്യം അല്ലെ, പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയുന്നത് എന്താണ്? ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്, അഥവാ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, അവിടെയാണ് നമ്മൾ പറയുന്ന ആര് വരുന്നത്, നമ്മുടെ വിത്ത് കടന്നു വരുന്നത് അല്ലെ. അതായത് വിത്ത് വഴി, സീഡ് വഴിയാണ് നമ്മൾ ഒരു പുതിയ പ്ലാന്റിനെ, ഒരു പുതിയ തൈച്ചെടിയെ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാ ഇവിടെ നമ്മൾ 2 രീതികൾ അല്ലെ, 2 ടൈപ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം ഉണ്ട്. അപ്പൊ വിത്ത് വഴിയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആണ് അല്ലെ, നമുക്ക് ആലോചിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറുകൾ പറയാൻ പറ്റും. ഏതൊക്കെയാണ്? യെസ്, ഇവിടെ ഇതേ ക്രൈസാന്തിമം അല്ലെ, നമ്മുടെ മല്ലികപ്പൂ ഇല്ലേ, നമ്മൾ വിത്ത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. കുക്കുംബർ അല്ലെങ്കിൽ നമ്മുടെ വെള്ളരി, കക്കിരി ഒക്കെ എന്താണ്, നമ്മള് വിത്തല്ലേ, സീഡല്ലേ ഉപയോഗിക്കാറുള്ളത്. സ്പിനാച്ച്, നമ്മുടെ ചീര അല്ലെ, ചീരയുടെ ഒക്കെ വിത്ത് മുളപ്പിക്കുന്നത് നിങ്ങൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. ഇനി ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ പീ അല്ലേ, നമ്മുടെ പയറ് ചെടി, അതിന്റെയൊക്കെ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മുൻപൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇനി മുരിങ്ങയുടെ വിത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മുളപ്പിച്ചെടുക്കാറുണ്ട്. പ്ലാവ് അല്ലേടാ, ചക്കക്കുരു ഒക്കെ ആലോചിക്കുക, അതിന്റെ വിത്തല്ലേ അത്, അതിന്റെ സീഡ് അല്ലേ അത്. അപ്പൊ സീഡ് മുളപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പുതിയ ചെടികൾ അല്ലെ, പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടത്തെ കുറച്ചും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? യെസ്, വിത്തിനെ പറ്റി നമുക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ട് പോവാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെ, കായിക പ്രജനനം. കാരണം അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറെ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ 4 പാർട്ടുകളെ പറ്റി പറഞ്ഞു അല്ലെ, വേരല്ലെങ്കിൽ റൂട്ടിൽ നിന്നുണ്ടാവുന്നവരുണ്ട്, അതുപോലെ ലീഫ് അല്ലെ, ഇലയിൽ നിന്നുണ്ടാവുന്നവരുണ്ട്, സ്റ്റെം തണ്ടിൽ നിന്നുണ്ടാവുന്നവരുണ്ട്. ഇതൊന്നും പോരാത്തതിന് അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെ, ഭൂകാണ്ഡത്തിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്ന ആളുകളുണ്ട്. അപ്പൊ ഓരോന്നിനും കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കും.
ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. നമുക്ക് അറിയാവുന്നവര് തന്നെയാണ്. ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തത് ലീഫും ഈ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെ ഭൂകാണ്ഡവും മാത്രമാണ്. അല്ലാതെ റൂട്ട് ആണെങ്കിലും ഈ പറഞ്ഞ സ്റ്റെം വളരെ ഈസിയാണ്. കാരണം നമ്മൾ തന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവാം, കൊമ്പൊക്കെ ഒടിച്ചിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നുണ്ടാവാം അല്ലെ. അതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമ്പിൾസ് പഠിക്കാൻ പറ്റും. ഈ എക്സാമ്പിൾസ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യത്തേത് ഇതാ നമ്മുടെ റൂട്ട് അല്ലെ, നമ്മുടെ വേരിൽ നിന്ന് വരുന്നത്. ആരൊക്കെയാണ് വേരിൽ നിന്ന് വരുന്നത്? യെസ്, നമ്മുടെ ചന്ദനമരം, നമ്മുടെ സാൻഡൽ വുഡ് ട്രീ ഉണ്ട്. കറിവേപ്പ് നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ കറി ലീഫ്, നമ്മുടെ കറിവേപ്പില എങ്ങനെയാണ് അതിന്റെ റൂട്ട് അല്ലെ, അത് നമ്മൾ ശരിക്കും വേരോട് കൂടിയല്ലേ കുഴിച്ചിടാറുള്ളത്. അത് ചിന്തിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ വേരല്ലെങ്കിൽ റൂട്ടിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ശീമപ്ലാവ് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് അങ്ങനെയാണ്. ആഞ്ഞിലി മരവും എന്താണ്, റൂട്ട് അല്ലെങ്കിൽ വേരാണ്. അപ്പൊ എക്സാമ്പിൾസ് പഠിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിനെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ എന്താണ്, സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡം ഉണ്ട് അല്ലെ, നമ്മുടെ തണ്ടാണ് പറയുന്നത്. ഏതൊക്കെയാണുള്ളത്? യെസ്, ക്രേപ്പ് ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്ദ്യാർ വട്ടാണ് കേട്ടോ. മലയാളം പേര് ഓർത്ത് വെച്ചോളൂ, നന്ദ്യാർ വട്ടം എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. പെപ്പർ അല്ലെ, നമ്മുടെ കുരുമുളക് ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങാണ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്വീറ്റ് പൊട്ടറ്റോയും ഉണ്ട്. ഇനി നമ്മൾ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പൊട്ടറ്റോ നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെങ്കിൽ ഭൂകാണ്ഡത്തിൽ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇത് സ്വീറ്റ് പൊട്ടറ്റോ കേട്ടോ, ഇത് മധുരക്കിഴങ്ങാണ്. അതെന്താണ്, സ്റ്റെം ആണ് അല്ലെ. അടുത്തത് എന്താണ്, നമ്മുടെ മുരിങ്ങ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നേരത്തെ സീഡിന്റെ കാര്യത്തിൽ നമ്മൾ മുരിങ്ങ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുരിങ്ങയുടെ പ്രത്യേകത എന്താണ്, രണ്ട് വഴിയിലും മുരിങ്ങയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലെ. നമ്മുടെ റോസ് ഇടാ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കുഴിച്ചിടാറില്ലേ റോസാപ്പൂ കിട്ടാൻ വേണ്ടിയിട്ട്. ആ റോസും നമ്മൾ എന്താണ്, സ്റ്റെം ആണ് അല്ലെ കുഴിച്ചിടുന്നത്. അടുത്തത് നമ്മുടെ ലീഫ് അല്ലെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലീഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലീഫ് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക നമ്മുടെ ഇലമുളച്ചിയാണ് അല്ലെ. ഇലമുളച്ചിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്, ബ്രയോഫില്ലം എന്ന് പറയും. ഇലമുളച്ചി എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. അപ്പൊ ബ്രയോഫില്ലവും ഓർത്തു വയ്ക്കുക. മലയാളത്തിലും നമ്മൾ ബ്രയോഫില്ലം തന്നെ എന്തായിട്ടുണ്ട്, എഴുതി കണ്ടിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് നമ്മുടെ ക്യൂൻ ഓഫ് നൈറ്റ്, നമ്മുടെ നിശാഗന്ധി ഉണ്ട്. ബിഗോണിയയും എന്താണ്, ഈ രീതിയിൽ ഇലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ പുതിയ ചെടി ഉണ്ടാവുന്നത്. ഇനി ഇതാ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെ, നമ്മുടെ ഭൂകാണ്ഡമാണ്. ആരൊക്കെയാണ്, നമ്മുടെ ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി അല്ലെ. ഇഞ്ചിയുടെ ഒക്കെ പ്രത്യേകത, ഇഞ്ചിയുടെ ഈ കാണുന്ന ഭാഗം എന്താണ്, യെസ് അത് ആ റൂട്ടാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അത് അതിന്റെ സ്റ്റെം ആണ് അല്ലെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് അതിനുള്ളത്, ഭൂകാണ്ഡമാണ് ഉള്ളത്. അതുപോലെ അടുത്ത ആളാരാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങും എന്താണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെങ്കിൽ ഭൂകാണ്ഡമാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ യെസ് കൊളോക്കേഷ്യ, നമ്മുടെ ചേമ്പ് അല്ലെ, നമ്മുടെ ചേമ്പും എന്താണ്, ഈ കാണുന്ന രീതിയിൽ നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെ, നമ്മുടെ എന്താണ്, ഭൂകാണ്ഡമാണ്. യെസ് ഡയോസ്കോറിയ, നമ്മുടെ കാച്ചിലും എന്താണ്, ഈ രീതിയിലാണ്. അപ്പൊ ഒരുമിച്ച് എന്ത് ചെയ്യുക, അതിനെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. യെസ്, രണ്ട് രീതികളുണ്ട് അല്ലെ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തു വയ്ക്കുക, വിത്തല്ലാത്ത ഭാഗം അല്ലെ, സീഡ് അല്ലാത്ത ഭാഗം ഏതാണെങ്കിലും അതെന്താണ്, കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ അതിന് ഓരോന്നിനും അല്ലെ ഒരുമിച്ച് എക്സാമ്പിൾസ് പഠിക്കുന്നതിന് പകരം ഒരുമിച്ചും നമുക്ക് പറയാം അല്ലെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ എല്ലാത്തിനെയും നമുക്ക് പഠിക്കാം. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യാ, നാലാക്കി തിരിച്ചിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അല്ലെ എക്സാമിനൊക്കെ ആൻസർ ചെയ്യാൻ കുറച്ചും കൂടെ എന്തായിരിക്കും, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാ, യെസ് അടുത്തൊരു രീതി നമുക്ക് ഓൾറെഡി അറിയുന്ന നമ്മുടെ വിത്ത് അല്ലെ, സീഡ് വഴിയുള്ള ജെർമിനേഷൻ, അതാണ് എന്ത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസും എന്ത് ചെയ്യാ, നമ്മള് പഠിച്ചു വെക്കുക. അപ്പൊ ഇതാ ഇന്നത്തെ ഈ വീഡിയോ മക്കൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ചെടുക്കാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ ബൈ.